അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 111-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم فاسقون. കുന്തും നിങ്ങൾ ഖൈറ ഉമ്മത്തിൻ ഉത്തമമായ സമുദായമാണ്. ഉഖ്രിജത്ത് ലിന്നാസ് ജനങ്ങളിൽ നിന്നും ഉയർത്തപ്പെട്ട, ജനങ്ങളിൽ നിന്നും ഉയർത്തിയ ഉത്തമ സമുദായമാണ് നിങ്ങൾ. അതിൻ്റെ കാരണം തഅ്മുറൂന ബിൽ മഅറൂഫ്, തഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുന്നതാണ്, ബിൽ മഅറൂഫ് നന്മയായ കാര്യങ്ങൾ, വതൻഹൗന നിങ്ങൾ തടയുന്നതാണ്, അനിൽ മുൻകർ ചീത്തയായ കാര്യങ്ങൾ. നന്മയായ കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്തയായ കാര്യങ്ങൾ തടയുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഉത്തമ സമുദായത്തിന് അർഹരാകുന്നത്. നിങ്ങളിൽ ഈ ഗുണം നിരന്തരം നിലനിൽക്കാൻ കാരണം വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. വലൗ ആമന വിശ്വസിച്ചിരുന്നുവെങ്കിൽ അഹ്ലുൽ കിതാബി ആ വേദക്കാർ, മുൻപ് വേദം നൽകപ്പെട്ട ആളുകളെയാണ്, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് നല്ലതായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് നല്ലതായിരുന്നു. മിൻഹും അൽ മുഅ്മിനൂൻ, എന്നാൽ അവരിൽ സത്യവിശ്വാസികളായ ആളുകളുണ്ട് കേട്ടോ. എന്നാൽ വഅക്സറുഹും, അവരിൽ ബഹുഭൂരിഭാഗവും അൽ ഫാസിഖൂൻ, ദുർവൃത്തരാണ്, തെമ്മാടികളാണ്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ നിന്ന്
പുറപ്പെടുവിച്ച ഉത്തമരായ ആളുകളാണ് നിങ്ങൾ തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും വതൻഹൗന അനിൽ മുൻകർ, മോശമായ കാര്യങ്ങൾ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു എന്ന് നാവ് വെച്ച് പറയുന്നവരുടെ കാര്യമല്ല. അവർ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലോ ആമന അഹ്ലൽ കിതാബ്, ഈ വേദഗ്രന്ഥം ലഭിച്ച ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് നല്ലതായിരുന്നു. മിൻഹുമുൽ മുഅ്മിനൂൻ, അവരിൽ വിശ്വാസികളായിട്ട് ചില ആളുകളുണ്ട്. വഅക്സറുഹും അൽ ഫാസിഖൂൻ, എന്നാൽ അവർ ബഹുഭൂരിഭാഗം ആളുകളും ദുർവൃത്തരായ ആളുകളാണ്. ഇത് മുൻകാലങ്ങളിലുള്ള ആളുകളൊക്കെ ആയിരുന്നു. നമ്മളൊക്കെ അങ്ങ് സത്യവിശ്വാസികളുടെ പട്ടികയിലായി എന്ന് കരുതാൻ പറ്റുമോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കുക. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് നന്മയാണ് കൽപ്പിക്കുന്നത്? നമ്മൾ എന്ത് നന്മയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതുപോലെ എന്ത് തിന്മ തടയാൻ വേണ്ടി എന്ത് ചെയ്തു? തിന്മയിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. തിന്മയുടെ കൂടെ ചേരാൻ പറ്റും. ആലോചിച്ച് നോക്കുവാണെങ്കിൽ ഗാഠമായിട്ട് അതിൻ്റെ വചനത്തിൻ്റെ ഗൗരവം. വഅക്സറുഹുമുൽ ഫാസിഖൂൻ, ഈ വേദഗ്രന്ഥം കൈ വച്ചേക്കുന്ന ആളുകളിൽ വളരെയധികം ആളുകളും ഫാസിഖുകളാണ്, ദുർവൃത്തരായ ആളുകളാണ്, താന്തോന്നികളായ ആളുകളാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഈ വചനത്തിന് നൽകുന്ന വിശദീകരണം, ഓൾ പ്രീവിയസ് റിലിജൻസ് ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ മതങ്ങളും, ആൾ പ്രീവിയസ് റിലിജൻസ് ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാം ആഗതമാകുന്നതിന് മുമ്പുള്ള എല്ലാ മതങ്ങളും വേർ ഓൺലി റേസ്ഡ് അപ്പ്, ആ മതങ്ങളെ ഉയർത്തപ്പെട്ടിരുന്നത് ഫോർ ദ സ്പിരിച്വൽ അപ്ഹെവൽ, അത് ആത്മീയമായ കോളിളക്കങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ടതായിരുന്നു. ഓൺലി എ സെക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി, മാനവ സമുദായത്തിലെ ഒരു വിഭാഗത്തിന്. ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകളെ ആത്മീയമായ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച് അവരിലൊരു ആത്മീയ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടി നിയോഗിതരായവരായിരുന്നു മാനവ സമുദായത്തിലെ പ്രത്യേകം ഭാഗങ്ങളിലുള്ളവർക്ക്. ഈച്ച് പ്രോഫറ്റ്, ഓരോ പ്രവാചകനും കമ്മിങ് ഇൻ ഹിസ് കൺട്രി, അദ്ദേഹത്തിൻ്റെ രാജ്യത്തു വന്ന ഓരോ പ്രവാചകന്മാരും, ഓർ ട്രൈബ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രത്തിൽ വന്ന പ്രവാചകൻ, ഓഫ് ഒറിജിൻ, ടു പ്രീച്ച് ദ മെസ്സേജ് ഓഫ് ഗോഡ്, അവരുടെ ജോലി ദൈവത്തിൻ്റെ ഈ സന്ദേശം പ്രബോധനം നടത്തുക എന്നുള്ളതായിരുന്നു. ടു ദം, അവർക്ക്, ആ ഗോത്രത്തിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ബോധനം നൽകുക എന്നതായിരുന്നു ആ പ്രവാചകന്മാരുടെ ജോലി. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ദ നോബിൾ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, എന്നാൽ മഹാനായ പ്രവാചകൻ, ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ കടന്നുവരവോടുകൂടി, ദിസ് ആസ്പെക്റ്റ് ഓഫ് റിലിജിയൻ, മതത്തെ സംബന്ധിച്ചുള്ള ഈ ആസ്പെക്റ്റ്, ഈ വീക്ഷണം, ഹാസ് ഗെയിൻഡ് ഇൻ എ ഡീപ്പർ മീനിങ്, അതിനൊരു ആഴത്തിലുള്ള ഒരു അർത്ഥതലം അതിനുണ്ടായി. ഇസ്ലാമിൻ്റെ പ്രവാചകൻ, മഹാനായ ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഈ മതാധ്യാപനങ്ങൾക്ക് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടായി. ഓരോരോ പ്രദേശങ്ങളിൽ, ഓരോരോ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദൈവിക ഘോഷണങ്ങളെ ഒന്ന് ഏകീകരിക്കുകയാണ്, ഒന്നാക്കി തീർക്കുകയാണ്. ഗെയിൻസ് ഇൻ എ ഡീപ്പർ മീനിങ്, എ ഡീപ്പർ ടാർഗറ്റ്,
ഒരു വലിയ ലക്ഷ്യബോധം അതിനുണ്ടായിത്തീർന്നു. ദ യൂണിവേഴ്സ് ആസ് ആഡിയൻസ്. ആ വരവോടുകൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഓഡിയൻസ് എന്ന് പറയുന്നത്, അതായത് സദസ്സെന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ, ഭൂതലം മുഴുവൻ തൻ്റെ അഭിസംബോധനയിൽ വരുന്ന ആളുകളെ ആക്കി മാറ്റി. അല്ലാഹു തആല മാനവകുലത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് മനുഷ്യരാശിക്ക് മുഴുവൻ എക്കാലത്തും നിയമസംഹിതയായി അവർ ഭൂമിയിൽ സമാധാനത്തോടുകൂടി കഴിഞ്ഞ് സമാധാനത്തോടുകൂടി തന്നിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ബൃഹത് പദ്ധതിയുമായിട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനായി. ദസ് ഇസ്ലാം ഇൻ എവരി വേ. അങ്ങനെ എല്ലാ നിലയിലും ഇസ്ലാം എ യൂണിവേഴ്സൽ റിലിജൻ, ഒരു സാർവദേശീയ മതമായി മാറി. വിച്ച് ഈസ് നോൺ സെക്ടേറിയൻ. ഈ മതത്തിന് സാർവലൗകികമായ സാർവദേശീയമായ ഈ മതത്തിന് ഈസ് നോൺ സെക്ടേറിയൻ. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള സംസാരമല്ല അതിനുള്ളത്. നോൺ റേഷ്യൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശത്തിന് ഒരു ജാതിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നതല്ലാതായി. ആൻഡ് നോൺ ഡോക്ട്രിനൽ. അതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിലുള്ള ആളുകൾക്ക് പ്രമാണപരമായ കാര്യങ്ങൾ ബോധനം നൽകുന്ന രീതിയും മാറി. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള എല്ലാം മാറിയിട്ട് യൂണിവേഴ്സൽ തലത്തിൽ, സാർവദേശീയ തലത്തിൽ ഒരു ഗ്രാമമായി ഈ ഭൂമിയെ കണ്ട്, ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെ കണ്ടുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതായി. അപ്പോൾ വിഭാഗീയത മാറുന്നു, വംശീയത മാറുന്നു. അതുപോലെ ഈ ഡോക്ട്രിനൽ എന്ന് പറയുന്ന പ്രമാണപരമായ കാര്യങ്ങൾ, ഒരു പ്രദേശത്തേക്ക് മാത്രമുള്ള പ്രമാണം എന്ന നിലയിലുള്ളതും അതും മാറി. ബീയിങ് സച്ച് എ റിലിജൻ, ഇങ്ങനെ ഉള്ള ഒരു മതം ആയതോടെ വിച്ച് ഈസ് ഫോർ വൺ ആൻഡ് ആൾ, മുഴുവൻ മനുഷ്യർക്കും എല്ലാവർക്കും ബാധകമാക്കുന്ന നിലയിലേക്ക് മാറി. ഇർറെസ്പെക്റ്റീവ് ഓഫ് ഹിസ് പാസ്റ്റ് എലിജൻസ്. അവർക്ക് മുൻകാലങ്ങളിൽ അവർക്ക് ഒരു കൂറ് ഏതെങ്കിലും ഒരു മതത്തിനോട്, നീ ഹിന്ദു മതമെന്നോ ക്രിസ്ത്യൻ മതമെന്നോ ജൂതമതമെന്നോ ജൈനമതമെന്നോ അല്ലെങ്കിൽ ഏഷ്യൻ വംശജരെന്നോ യൂറോപ്യൻ വംശജൻ, ഇങ്ങനെയുള്ള വിഭാഗീയമായ പ്രാദേശികമായ എല്ലാ ചിന്തകളെയും ഇർറെസ്പെക്റ്റീവ് ഓഫ് ഹിസ് പാസ്റ്റ് അലീജിയൻസ് ടു അതർ പ്രീവിയസ് റിലീജിയൻസ്, മറ്റ് മതങ്ങളോടുള്ള കൂറൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. എന്നിട്ട് ആ മതത്തിലുണ്ടായിരുന്ന അധ്യാപനങ്ങളും അതിനപ്പുറത്തുള്ള അധ്യാപനങ്ങളും മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി വെച്ചു. ഇനി എല്ലാവരും ഈ വലിയ കുടയുടെ കീഴിൽ തണൽ തേടുക എന്ന നിലയിലേക്ക് ഈ അമ്പല്ല നമ്മുടെ ഭൂതലം മുഴുവൻ, മനുഷ്യരാശി വസിക്കുന്നിടം മുഴുവൻ അല്ലാഹു തആല നിവർത്തി വെച്ചു കൊടുത്തു. ഇത്തരത്തിലുള്ള അതിമഹത്തായ ഒരു സന്ദേശത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ വാഹകരാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ശരിയായ നിലപാട് എന്താണ് എന്ന് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രതിനിധി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തതനുസരിച്ചുള്ള ഒരു പ്രതിനിധി, ഓരോ നൂറ്റാണ്ടിലും വരുമെന്ന് പറഞ്ഞതനുസരിച്ചുള്ള ഒരു പ്രതിനിധി ലോകത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വചനത്തിൽ പറഞ്ഞെന്തുവാ, അക്സറുഹും ഫാസിഖൂൻ, അവരുടെ ബഹുഭൂരിഭാഗം ആളുകളും ദുർവൃത്തരാണ്. ഈ മതാധ്യാപനങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകൾ വളരെ കുറച്ച് വിശ്വാസികൾ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ഇപ്പോൾ കൂടുതലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മതി. ഏതായാലും അങ്ങനെയുള്ള ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സമുന്നതമായ അധ്യാപനങ്ങളുടെ വാഹകരാണ് നമ്മൾ ഓരോരുത്തരും. ആ വാഹകരായ നമ്മൾ കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്തമമായ സമുദായമാണ്. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങളിൽ നിന്നും നിങ്ങളെ നാം ഉയർത്തിയിരിക്കുകയാണ്, പുറപ്പെടുവിച്ചിരിക്കുന്നു, ഉയർത്തിയിരിക്കുന്നു, എടുത്തു കാണിക്കുകയാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുവാൻ.
വതൻഹൂനാനിൽ മുൻകർ, തിന്മയെ ഉന്മൂലനം ചെയ്യാൻ, ഉച്ചാടനം ചെയ്യാൻ, തിന്മയെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക. നന്മ കൽപ്പിക്കാനും തിന്മയും. നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അത് വെറും തിയറി കൊണ്ടൊരു കാര്യവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പ്രാക്ടിക്കൽ ആയിട്ട് കാണിച്ചു കൊടുക്കണം. തിന്മ അത് ചെയ്യരുത്. അപ്പോൾ ഈ നന്മ നമ്മളിൽ ഉണ്ടായിരിക്കുകയും വേണം, തിന്മ നമ്മളിൽ ഇല്ലാതിരിക്കുകയും വേണം. എങ്കിലേ നമുക്കിത് എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും നമ്മുടെ ക്വാളിറ്റി ആയിട്ട് നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ വത്തൂമിനൂന ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടി വരും. ഏത് സമയത്തും എങ്ങോട്ട് നോക്കുമ്പോഴും, എന്ത് ചിന്തിക്കുമ്പോഴും, എന്ത് കാണുമ്പോഴും, എന്ത് ജോലി ചെയ്യുമ്പോഴും, ആരുമായി ബന്ധപ്പെടുമ്പോഴും എല്ലാം നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ നന്മയിലൂടെയും തിന്മയെ വിരോധിക്കുന്നതിലൂടെയും കാണണം. ഇതിപ്പം നന്മയും തിന്മയും എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. നന്മയുടെ കൂടെ കുറച്ച് നേരം കാണും, ബാക്കി തിന്മയുടെ കൂടെ കുറച്ച് നേരം കാണും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും കൂടുന്ന, അപ്പം ഭയങ്കര സാത്താന്മാരാണ് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പം ഏത് പട്ടികയിലും എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതിൻ്റെ വിവരണങ്ങൾ ഇനിയും വളരെ കൂടുതലുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ആണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ ബാക്കി വിശദീകരണങ്ങളും അടുത്ത വചനവുമായി നമുക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ പട്ടികയിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് നമുക്ക് ലേബൽ ഒട്ടിച്ച് തരുന്ന ആളുകളായി, ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത, ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തെടുത്ത ആളുകൾ. അതിനേക്കാൾ വലിയൊരു സെലക്ഷനെ ആരാ നടത്തുന്നത്, എവിടെ നടത്തുന്നത്? അതിനൊരാളിനെ വിട്ട് ആളിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സെലക്ട് ചെയ്ത് വന്ന ആളുകളാണ് നമ്മൾ. ലോകത്തിന് വെളിച്ചം നൽകുന്നതിന്, നന്മ നൽകുന്നതിന്, തിന്മയെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള തൗഫീഖ്, അതിനു വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടിയുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി